ടെസ്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവുമല്ലോ, കാറുണ്ട് ടെസ്ലയുടെ. പക്ഷേ ടെസ്ല എന്നത് കാറിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ടെസ്ല എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. ഭാരതീയ ചിന്തകൾ കണ്ട് വിസ്മയിച്ചു പോയ ടെസ്ല എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച്. ആ ശാസ്ത്രജ്ഞനെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ടെസ്ല എന്ന പേര് തന്നെ ഉണ്ടായത്. ഇപ്പോൾ വാഹനങ്ങൾക്കൊക്കെ ഇടാൻ കാരണം അതാണ്. നിക്കോള ടെസ്ല ഭാരതീയ ശാസ്ത്രങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാളായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയോ? ഇന്നത്തെ ലോകത്തെ എല്ലാവിധ സാങ്കേതിക പുരോഗതികൾക്കും അടിസ്ഥാനമായ AC കറണ്ട് മുതൽ ഇൻഡക്ഷൻ മോട്ടോറും റിമോട്ട് കൺട്രോളറും വരെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളുടെ രാജാവായിരുന്നു നിക്കോള ടെസ്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1895 ടെസ്ല സ്വാമി വിവേകാനന്ദനെ കാണുന്നത്. സ്വാമി വിവേകാനന്ദനിലൂടെയാണ് അദ്ദേഹം ഭാരതീയ ശാസ്ത്ര ലോകത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. വേദങ്ങളിലെ പ്രപഞ്ച വിജ്ഞാനീയം അദ്ദേഹത്തെ വളരെയേറെ ആകർഷിച്ചു. പ്രത്യേകിച്ചും സാഖ്യദർശനത്തിലെ സൃഷ്ടിക്രമം, ചാക്രിക പ്രപഞ്ച സങ്കല്പം, ഇതെല്ലാം അദ്ദേഹത്തിൽ ഏറെ മതിപ്പുണ്ടാക്കി. മോഡേൺ സയൻസിലെ മാറ്റർ എനർജി സങ്കല്പത്തിന് സാഖ്യ സങ്കല്പങ്ങളോടുള്ള സാദൃശ്യം ആ ടെസ്ലയെ അത്ഭുതപ്പെടുത്തി. ടെസ്ല ലോർഡ് കെൽവിനെ പോലുള്ള ശാസ്ത്രലോകത്തെ അധികായന്മാരുമായിട്ട് ഇതിനെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തു. വിവേകാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് 30-ലേറെ വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രത്തിൻ്റെ ഭാവിയെയും ലക്ഷ്യത്തെയും കുറിച്ച് നിക്കോള ടെസ്ല എഴുതിയ ലഘുലേഖനത്തിൽ അദ്ദേഹം ആകാശം, പ്രാണൻ എന്നീ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചു എന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഭാരതീയ ശാസ്ത്രചിന്തകൾ ടെസ്ലയെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കും എന്നാണ്. അപ്പോൾ നിക്കോള ടെസ്ല എത്ര വലിയ ആളായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ പ്രാചീന ശാസ്ത്രം എങ്ങനെ സ്വാധീനിച്ചിരുന്നു എന്നും നമ്മൾ പഠിക്കേണ്ടതാണ്. ടെസ്ലയെക്കുറിച്ച് പലരും മറന്നു പോകാറാണ് പതിവ്. പക്ഷേ ഇന്ന് ടെസ്ലയെ പുനർവായിക്കുന്നവർ അനേകമാണ്. നമുക്കും ടെസ്ലയുടെ കണ്ണുകളിലൂടെ ഭാരതീയ ദർശനത്തെ പഠിക്കാമെന്ന് തോന്നുന്നു. കാരണം ആധുനിക ലോകത്ത് വിദേശീയർ പറയുന്നതാണല്ലോ നമുക്ക് കൂടുതൽ സ്വീകാര്യം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം.